കോഴിക്കോട് ജില്ലയിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ചരിത്ര വിജയം അന്ന് തന്നെ പത്രസമ്മേളനം നടത്തിയെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ന് 6 നിയുക്ത MLA-മാരും ഒരുമിച്ച് നിങ്ങളുടെ മുമ്പിൽ ഈ പത്രസമ്മേളനത്തിൽ ഞങ്ങൾ അഭിമാനപരസ്വരം അവതരിപ്പിക്കുകയാണ്. ഈ കോഴിക്കോട് ജില്ലയിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ 100% വിജയിച്ചെടുക്കുന്നതാണ്. ജനാധിപത്യ മുന്നണി എന്നത് 13-ൽ 13 നേടും എന്ന് നമ്മൾ അവകാശപ്പെട്ടിരുന്നു. ഒന്നൊഴിച്ച് 12 ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ലഭിച്ചിരിക്കുകയാണ്. ഐക്യ ജനാധിപത്യ മുന്നണികൾ അതിശക്തമായ മുന്നേറ്റമാണ് കോഴിക്കോട് ജില്ലയിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. ഇത്രയും വലിയൊരു വിജയം ഈ അടുത്ത കാലഘട്ടത്തിലൊന്നും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ജില്ലാ കമ്മിറ്റിയുടെ ചിട്ടയായ പ്രവർത്തനം, ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന നേതാക്കന്മാരുടെ ശക്തമായ ഇടപെടൽ, അവരുടെ നേതൃത്വം, ഇതെല്ലാം അതിന് പുറമെ ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നടത്തിയിട്ടുള്ള പരിശ്രമം, അതിൻ്റെ ഫലമാണ്. SIR ഇവിടെ പ്രഖ്യാപിച്ചത് മുതൽ തന്നെ കൃത്യമായി അത് മോണിറ്റർ ചെയ്ത് നമുക്ക് അവകാശപ്പെട്ട വോട്ടുകളൊന്നും ചോർന്നു പോകാതെ നോക്കി, പുതിയ വോട്ടുകൾ കൃത്യമായി ചേർക്കപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിച്ച് വളരെ കൃത്യമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഒരു ഫലം കൂടിയാണ് ഇത്. ഒരു കഠിനാധ്വാനം ഇതിൻ്റെ പിന്നിൽ ഉണ്ട് എന്നുള്ളത് ശരിയാണ്. ആന്റി മൂവ്മെന്റ്സ് ഉണ്ട്, ഗവൺമെന്റ് വിരുദ്ധ വിഭാഗമുണ്ട് എന്നത് ഒരു വലിയ വസ്തുതയാണ്. അതിനപ്പുറം ഒരു കഠിനാധ്വാനം, കഠിന പരിശ്രമമായിട്ട് ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്ത് നിന്നുണ്ടായതിന്റെ ഫലം കൂടിയാണ് നമുക്ക് ഈ മിന്നുന്ന വിജയം ലഭിക്കാൻ കാരണമായത്. പിന്നെ മാധ്യമങ്ങളെ ഞങ്ങളുടെ നന്ദി അറിയിക്കാൻ വേണ്ടി അവസരം. മാധ്യമങ്ങൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ നൽകിയിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി, അവർക്ക് പ്രവർത്തിക്കാനുള്ള ഒരു ഊർജം നൽകിയിട്ടുണ്ട്. ഞങ്ങൾക്കൊക്കെ ആ രീതിയിലുള്ള ഒരു ആത്മവിശ്വാസം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും തുറന്നു പറയുന്ന ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും ആഗ്രഹിച്ചിട്ടുള്ള ഒരു വിജയമാണിത്. കാരണം 10 വർഷമായി ഈ കേരളത്തെ ദുരിതപൂർണമാക്കി സ്വജനപക്ഷപാതവും അഴിമതിയും ഒക്കെ മുഖമുദ്രയാക്കി മുന്നോട്ട് പോയിട്ടുള്ള ഒരു സർക്കാർ താഴെ ഇറക്കി എന്നുള്ളൊരു ആശ്വാസമാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കുള്ളത്. അതിൽ കോഴിക്കോട് ഏതായിട്ട് പങ്കുവയ്ക്കാൻ സാധിച്ചു. അത് നിങ്ങളുടെ മുന്നിൽ ആയാലും ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ ജയിച്ചു വന്ന് അവരെ MLA-മാരെ സത്യപ്രതിജ്ഞ ചെയ്യുന്നതുകൊണ്ട് അതുകൊണ്ടാണ് നിയുക്ത MLA-മാർ എല്ലാവരും വൻ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചിട്ടുള്ളത്. ആ ഭൂരിപക്ഷം തന്നെ തെളിയിക്കുന്നത് ജനങ്ങൾ എത്രമാത്രം അവരെ നെഞ്ചിലേറ്റി എന്നതിന് പുറമെ ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം ജനങ്ങൾ നിന്നു എന്നതും
ഗവൺമെന്റിന് വിരുദ്ധമായി എങ്ങനെ ജനങ്ങൾ പ്രതികരിച്ചു എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമായ കാര്യമാണ്. അതാണ് ആമുഖമായി പറയാനുള്ളത്. എന്തെങ്കിലും ചേർക്കേണ്ടതെങ്കിൽ ചോദിക്കാം. പറഞ്ഞോ. കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാരുടെ കാര്യത്തിൽ എന്തെങ്കിലും ചർച്ച നടത്തിയിട്ടുണ്ടോ? മന്ത്രിമാരെ മൊത്തത്തിലാണ് ചർച്ച, തീരുമാനമായിട്ടില്ല, ചർച്ച ചെയ്യുന്നുണ്ട്. അത് ഇന്ന് ഞങ്ങൾ ഉന്നതാധികാര സമിതി രാവിലെ കൂടിയിരുന്നു. അത് പ്രഖ്യാപിക്കാനുള്ള ചുമതല സയ്യിദ് സാദിഖ് അലി ശിഹാബ് ഏൽപ്പിച്ചിട്ടാണ് പിന്നീടുള്ളത്. അപ്പോൾ അദ്ദേഹം പ്രഖ്യാപിക്കും. അപ്പം നമുക്ക് പ്രതീക്ഷാപൂർവ്വമാണ് ഞങ്ങൾ നിൽക്കുന്നത്. കാരണം കോഴിക്കോട് ജില്ലയിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചു എന്നുള്ള നിലയ്ക്ക് അർഹമായിട്ടുള്ള അംഗീകാരം ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷേ എല്ലാം തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരം നേതൃത്വത്തിനാണ്. നേതൃത്വം അത് നമ്മുടെ കൂടി ഇംഗിതം മുഖവിലക്കെടുത്തുകൊണ്ട് അവർ ചെയ്യുമെന്ന് ശുഭാപ്തി വിശ്വാസത്തിലാണ്. ഞങ്ങളെല്ലാവരും ബലമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും അവരുടെ സ്വീകരണങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് വരികയും എല്ലാവരും മണ്ഡലത്തിൽ തന്നെ. എങ്ങനെ നമ്മളെല്ലാം നന്ദി പറഞ്ഞില്ലേ? കോഴിക്കോട്ടെന്നാ പറയുന്നത്. ഞങ്ങൾ 6 ആളും എല്ലാ സ്ഥലത്തും പോയി അവരുടെ നന്ദി പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് അവരിവിടെ എത്തിയത്. ഇല്ല, അത് നമുക്ക് അവിടുത്തെ എനിക്കറിയില്ല എന്ന കാര്യം. നമുക്ക് ഇവിടുത്തെ ഞാൻ കോഴിക്കോട് ജില്ലേൻ്റെ പറയാൻ വേണ്ടിയില്ല. എങ്ങനെ ഇല്ല, നമുക്ക് എന്തായാലും പിന്നെ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആവില്ല. അതല്ല നമ്മൾ ഇല്ല, ലീഗിന്റെ അഭിപ്രായം എടുത്തിട്ടുണ്ട്. എല്ലാവരും ഘടകകക്ഷികളുടെ എല്ലാവരും തിരുവനന്തപുരത്ത് വിളിച്ച് ചേർത്തിരുന്നു. അവിടുത്തെ നിരീക്ഷകർ വന്നിരുന്നു, അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇനിയും പിന്നെ അവര് അതിനു മുമ്പ് സംസാരിക്കുന്നത് വിശ്വാസത്തിലാണ്. അതാരാ അങ്ങനെ ആരും പറയില്ല. അത് വഴി പോകുന്നവരൊക്കെ പറയുന്നൊന്നും നമുക്ക് നോക്കണ്ട. അവരുടെ നേതൃത്വത്തിൽ നിന്ന് അങ്ങനെ ഒരു കാര്യം വന്നിട്ടില്ല. ഞങ്ങളുടെ നേതൃത്വത്തിൽ നിന്നും അങ്ങനെയും വന്നിട്ടില്ല. ഞങ്ങൾ ഒന്നായിട്ടല്ലേ ഈ തെരഞ്ഞെടുപ്പ് നേരിട്ടത്. ഞങ്ങളുടെ പേരിന് ടീം UDF എന്നല്ലേ. ടീം UDF എന്നുള്ള പേരിലല്ലേ നമ്മൾ 100+. ഈ 2 മുദ്രാവാക്യങ്ങളോ ഞങ്ങളുടെ ടീം UDF 100+. രണ്ടും നടന്നിട്ടുണ്ട്. ടീം അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇത്രയും വലിയൊരു വിജയം കാഴ്ചവെക്കാൻ പറ്റില്ല. അത് ലീഗും അതല്ല ഞാൻ പറയുന്നത്. കോൺഗ്രസിന്റെ പിന്നെ തീരുമാനമാണ്. മുഖ്യമന്ത്രി തീരുമാനിക്കുന്നത് അവരാലോചന ചെയ്യാം. അവരെന്തായാലും ഒരു തീരുമാനം വരും. അതാണ് നമ്മളിന്ന് പിന്നെ നമ്മുടെ നേതൃത്വം പറഞ്ഞത്. അവര് തീരുമാനിച്ചു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ കാര്യങ്ങൾ അവരുമായി സംസാരിക്കാൻ വേണ്ടി സാധിക്കാൻ പറ്റുന്നത്. അല്ലാതെ ഇതിന് പിന്നെ ഒരു ഈ മുന്നണി നമ്മുടെ എല്ലാവരുടെയും മുന്നണിക്ക് പുറകെ കിട്ടുന്ന ഒന്നും മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അല്ല, ശോഭയൊന്നും വിട്ടുകൊടുത്തിട്ടില്ല. കാരണം അവർക്കിപ്പോഴും പ്രതിപക്ഷ നേതാവായാലും അവർക്ക് ചെറിയൊരു
പിന്നെ ആൾക്കാരല്ലേ ഉള്ളൂ അവര്. അന്ന് 102 പേര് നല്ല മുഖ്യമന്ത്രി എടുക്കുന്നുണ്ട്. അവർക്ക് ബാക്കിയുള്ള ഇതിന്റെ അകത്തുനിന്ന് ഒരു പ്രതിപക്ഷ നേതാവിനെ പേര് തെരഞ്ഞെടുക്കാൻ പറ്റില്ല. അല്ല, അവരിപ്പൊ നോക്കേണ്ടതെന്ന് ഞങ്ങളല്ല, അവര് വേഗം പ്രതിപക്ഷ, കാരണം നമുക്ക് പ്രതിപക്ഷ നേതാവിലേക്ക് വലിയ ബുദ്ധിമുട്ട് വരും. പ്രതിപക്ഷ നേതാവില്ലെങ്കിൽ സമരം വരും. അല്ല, അത് മുഖ്യമന്ത്രിയാണ് പക്ഷെ പ്രതിപക്ഷ നേതാവിനെ അവർ ഉണ്ടാക്കുക. അവരിപ്പം നിങ്ങളുടെ പിന്നെ മുഖ്യമന്ത്രി ആരാന്ന് അവര് തീരുമാനിക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ പ്രതിപക്ഷ നേതാവെന്ന് ഞങ്ങൾ പറയേണ്ടി വരില്ലേ? ഇതിൽ ഇന്ന ആളാണ് ആക്കേണ്ടതെന്നൊക്കെ ഞങ്ങൾ പറയുന്നുണ്ട്. ഇടതുപക്ഷത്തിനോട് നിങ്ങൾ ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ നിങ്ങൾ ആരായിരിക്കണം നിങ്ങളുടെ പിന്നെ പ്രതിപക്ഷ നേതാവ്? നിങ്ങൾ ചർച്ച ചെയ്യല്ലോ. അവരിപ്പോ ചർച്ച ചെയ്യുന്നത് CPI ഞങ്ങൾക്ക് ഉപ പ്രതിപക്ഷ നേതാവ് കിട്ടുമെന്നുള്ള ചോദ്യം അവര് ചോദിച്ചത്. നമ്മള് ഞങ്ങളുടെ മുഖ്യമന്ത്രി അധികം വൈകാതെ തന്നെ വരും. കാരണം അത് അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ആ ചർച്ചയുടെ ഫലമായിട്ട് വരും. ഞങ്ങള് ഇത് ഇനി തെരുവിലിട്ടിട്ട് അയക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യമില്ല. ഇതിന്റെ ആവശ്യമില്ല. അങ്ങനെ മോശമാക്കേണ്ട ഒരു മുന്നണിയല്ല ഇതിന്റെ. അതിന് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം കുറേ സമയം അതാണ് ഇന്നത്തെ നേതൃയോഗത്തിൽ നമ്മള് അത് അധികം വൈകില്ലല്ലോ. ഇന്നല്ലെങ്കിൽ നാളെ വരുമല്ലോ. വന്ന ശേഷം പിന്നെ നമ്മള് പിന്നെ എന്തിനാണ് ഇത്രയും സമയം ചർച്ച ചെയ്തതെന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥ വരണ്ടല്ലോ. വരട്ടെ. അതല്ല ഞാൻ ചോദിക്കുന്നത്. ഇവിടെ ഒരു മുന്നണി ഇവരെന്തിനാണ് ഞങ്ങളുടെ മന്ത്രിമാർ? ഞാൻ ചോദിക്കട്ടെ, ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു എന്ന ഭരണഘടനാപരമായ മത്സരം നടത്തി. കാരണം ഓരോ സ്ഥാനാർത്ഥികളും സ്ഥാനാർത്ഥിത്വം ഏറ്റെടുക്കുമ്പോൾ ഒരു വോട്ടെടുക്കണ്ടേ? ആ വോട്ടിൽ എന്താ പറയുന്നത്? ഞങ്ങൾ ഭരണഘടനയോട് അങ്ങേയറ്റം കൂറ് പുലർത്തുമെന്നാണ്. അങ്ങനെ ഭരണഘടനയോട് കൂറ് പുലർത്തുമെന്ന് പറഞ്ഞുകൊണ്ട് വിജയിച്ചു വന്ന MLA-മാരെ നിങ്ങൾ അതാവാൻ പാടില്ല ഇതാവാൻ പാടില്ല എന്ന് പറയുകയാണെങ്കിൽ ഇവർക്ക് അങ്ങനത്തെ വിദൂരങ്ങൾക്ക് ഇവർക്ക് എന്താ അവകാശമുണ്ട്? ഇപ്പൊ ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ BJP-യുടെ മന്ത്രി ആരായിരിക്കും? ഇല്ലല്ലോ. അതല്ലേ ഇതിന് മറുപടി അറിയിക്കും. അത് കോൺഗ്രസ് എടുത്ത നിലപാട് അത് മറുപടി അറിയിക്കുന്നില്ല എന്നുള്ളതായിരിക്കും. കാരണം അത് മറുപടി അറിയിക്കുന്നില്ല. കാരണം അവരുടെ വാക്യമൊക്കെ ചെയ്യുന്നുണ്ടാവും. അതിന് കോൺഗ്രസ് മറുപടി പറയുമ്പോഴാണ് മോശം. അതല്ല, നമ്മളിപ്പം വകുപ്പുകളെ ചർച്ച ചെയ്യാനൊക്കെ സമയം അടുത്ത ഘട്ടമാണ്. മുഖ്യമന്ത്രി വന്ന് മന്ത്രിമാരെ തീരുമാനിച്ച് എത്ര മന്ത്രിമാരുണ്ടാവും തീരുമാനിച്ച് വകുപ്പുകൾ എങ്ങനെ പിരിക്കണം എന്നുള്ളത് തീരുമാനിച്ച് ഇതൊക്കെ വളരെ സ്മൂത്തായി പേടിക്കണ്ട. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും എന്താന്ന് വെച്ചാൽ നമ്മൾ വന്നതാണ് ഭയങ്കര ആകാംക്ഷയുണ്ട്. പെട്ടെന്ന് ആരാവണം മുഖ്യമന്ത്രി, ആരൊക്കെ ആയിരിക്കണം മന്ത്രിമാരുള്ള ആകാംക്ഷ നിങ്ങൾക്കുണ്ട്, ഞങ്ങൾക്കും എല്ലാം ഉണ്ട്. പക്ഷെ ആകാംക്ഷയൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് നമ്മൾ നല്ല മന്ത്രിമാരായിരിക്കുന്നവ, നല്ല മുഖ്യമന്ത്രി വരും, ആർക്കൊന്നും പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ ഒറ്റക്കെട്ടായി കോൺഗ്രസിലും അവിടെ പിന്നെ മുഖ്യമന്ത്രി ഇപ്പം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം ഒന്നിച്ച് തന്നെ തീരുമാനിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പിന്നെ ഞാൻ അത് ആദ്യം പറഞ്ഞു, നമ്മൾ 6 പേരെ ജയിപ്പിച്ചിട്ടുണ്ട്.
നമ്മൾ പിന്നെ അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ട് ഞങ്ങൾക്ക്. പക്ഷേ അത് മുഴുവൻ തീരുമാനിക്കേണ്ടത് പാർട്ടി നേതൃത്വമാണ്. സാദിഖ് അലി ചുമതലപ്പെടുത്തി അദ്ദേഹം നീതിപൂർവ്വം കാര്യം ചെയ്യും. പക്ഷെ അതിന്റെ പൂർണ്ണ അവകാശം അദ്ദേഹത്തിനാണ്. ഒന്നും പേടിക്കണം, ഒന്നും പേടിക്കണം. ഇതിനൊക്കെ ഭയങ്കര ഭയപ്പാടുണ്ട്. ലീഗിന്റെ ഒരു വിഷമവും വേണ്ട. നമ്മള് ആ കാര്യങ്ങളൊക്കെ അവധാനപൂർവ്വം ചർച്ച ചെയ്ത് തീരുമാനം. ആദ്യത്തത് വേണ്ട. ഭരണം വന്നിട്ടല്ലേ പരിഷ്കരിക്കുന്നത്. അതൊന്നും നമ്മളുടെ അജണ്ടയിലില്ലാത്ത സാധനങ്ങളാണ്. വരുമ്പോൾ നോക്കാന്നല്ലാതെ നമ്മളൊരു സ്ഥാനത്തിനോ മാനത്തിനോ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് അതല്ല നമ്മളുടെ മെയിൻ അജണ്ട. കേരളത്തിന് നല്ലൊരു ഭരണകൂടം ഉണ്ടാകണമെന്നുള്ളതാണ്. അതിൻ്റെ ഒരു പരിശ്രമമാണ്. ആദ്യം വേണ്ടത് മന്ത്രിമാരാണ്. മന്ത്രിമാർ വന്ന് പിന്നെ ഇത് മാത്രമല്ല, പിന്നീട് കമ്മിറ്റികളുണ്ട്. എത്ര ആളുകൾക്ക് ഏതൊക്കെ രീതിയിലുള്ള അക്കോമഡേഷൻ കൊടുക്കേണ്ടതുണ്ട്. ആലോചിക്കേണ്ട കാര്യങ്ങൾ അത് അടുത്തടുത്ത് തട്ടിലാണ്. ഇത് പോരെ. കാരണം എന്താ വെച്ചാൽ വളരെ നിർണായകമായിട്ടുള്ള ചായയും കെട്ടില്ല. എന്താണെന്നറിയില്ല, മുകളിലൊന്ന് ഇന്നലെ എ സി ഇല്ലെന്നു ഞങ്ങൾ താഴോട്ട് അറിയിക്കണം. ഇങ്ങനെയാണ് അത് പറയുന്നത്. കോൺഗ്രസിന്റെ അഭിപ്രായത്തിൽ ആരാണെന്നുള്ളത് ആഗ്രഹിക്കുന്നത് എന്താണെന്നുള്ളത് ആഗ്രഹിക്കുന്നത്. അല്ല, ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഇത് തെരുവിലിട്ട് അലക്കേണ്ട ഒരു വിഷയമല്ല. തെരുവിലല്ലോ ചർച്ച ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ ലീഗിന് ഒരു അഭിപ്രായമുണ്ട്. തെരുവിലല്ല ചർച്ച ചെയ്യുന്നത്. അത് ഇപ്പൊ നമുക്ക് എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ. കോൺഗ്രസിന്റെ നേതൃത്വമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ. അതൊക്കെ നമ്മളുടെ ഊഹാപോഹങ്ങൾ മറുപടി കൊടുക്കാൻ പറ്റില്ല. അതൊന്നും അങ്ങനെയൊന്നും നമ്മൾ സംസാരിക്കേണ്ട ഒരു സമയമല്ലല്ലോ. സംസാരിക്കേണ്ട വിഷയമല്ല. മുഖ്യമന്ത്രി എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഏതൊക്കെ രീതിയിൽ ആളെ തെരഞ്ഞെടുക്കാൻ പറ്റുമോ ആ എല്ലാ രീതിയിലും തെരഞ്ഞെടുക്കുന്നതിൽ ഇന്നത്തെ ഭരണഘടന നമുക്ക് എതിരല്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് ഒരാൾ എന്ന് പറഞ്ഞുകൊണ്ടൊന്നും സംസാരിക്കേണ്ട ഒരു സമയം തന്നെ. ഭരണഘടന അനുസൃതമായി നല്ലൊരു മുഖ്യമന്ത്രി വരും. അത് തിരഞ്ഞെടുക്കാനുള്ള പ്രാപ്തി കോൺഗ്രസിനെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ. നമ്മൾ ലീഗുമായി എന്തായാലും ആശയവിനിമയം ഉണ്ടാവും. ലീഗും ഒരിക്കലും ഒരു പ്രശ്നമുണ്ടാക്കുന്ന പാർട്ടിയായിട്ട് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.